അതിനെയൊക്കെ ഓക്കെ എൻ്റെ വിധി ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് വിധിച്ചിട്ടുള്ളത് ഇതാണ്, എനിക്ക് ഇത്രയൊക്കെ കഴിയൂ എന്ന് പറഞ്ഞ് ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്ന ഇടത്ത് നിന്ന് നമ്മുടെ ഭാവി നമുക്ക് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ ബ്രയാൻ ട്രേസി പറയുന്നത്. ഈ അധ്യായത്തിൽ ഇദ്ദേഹം പറയുന്നു, ജെയിംസ് അലൻ എന്ന വ്യക്തി പറയുന്ന ഒരു വാക്കുകൾ ചേർത്തുകൊണ്ടാണ് അധ്യായം ആരംഭിക്കുന്നത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നു, പലപ്പോഴും ആഗ്രഹമില്ലാത്ത ആരും തന്നെ ഇല്ലാത്തതായി പറയാം. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. അത് നേടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നീട് വരുന്ന കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ ചെറിയൊരു അംശം നമ്മളായിത്തീരുന്നു. നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ചെറിയൊരു അംശം വരെ നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് എല്ലാവരിലും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുക. എന്നാൽ തീവ്രമായിട്ട് ആലോചിച്ചാലോ, അല്ലെങ്കിൽ തീവ്രമായിട്ട് ആശിച്ചാൽ അവിടെ വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷയുടെയും അപ്പുറത്തേക്കായിരിക്കും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ചെറിയൊരു അംശം നിങ്ങളായിത്തീരുന്നു, എന്നാൽ തീവ്രമായി ആശിച്ചാലോ വലിയ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള വാക്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ ബ്രയാൻ ട്രേസി കുറെ അധികം വർഷങ്ങളായി ഏതാണ്ട് 3300-ലധികം നേതാക്കളെ കുറിച്ച് പഠിക്കുകയുണ്ടായി. നേതാക്കളെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത്, അണികളെയല്ല, നേതാക്കളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പൊ അവർക്ക് മറ്റുള്ള വ്യക്തികളിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാ നേതാക്കളിൽ നിന്ന് ഇദ്ദേഹം പഠിച്ചിട്ടുള്ള ഏതാണ്ട് ഈ 3300-ൽ 3300 നേതാക്കന്മാർക്കും ഒരു പൊതുവായ ഒരു ഗുണമുണ്ട്. അതെല്ലാ നേതാക്കൾക്കും, അല്ലെങ്കിൽ എല്ലാ വിജയിക്കണമെന്ന് ആഗ്രഹിക്കണം എന്നുള്ള വ്യക്തികളിലുമുള്ള ഒരു ഗുണമാണ്. അവർക്ക് കൃത്യമായ ഒരു വീക്ഷണം ഉണ്ടായിരിക്കും, കൃത്യമായ എയിം ഉണ്ടായിരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് അതുണ്ടാവാറില്ല. അവരാണ് മിക്കവാറും അണികളായി പോവുകയോ അല്ലെങ്കിൽ വിജയിക്കാത്ത വ്യക്തികളോ ആയിത്തീരുക, ശരാശരി മനുഷ്യനായി ജീവിച്ചു പോവുക. അപ്പോൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണോ എന്ന് നമ്മൾ കൂടുതൽ സമയവും ചിന്തിക്കുന്നത്, ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായിട്ട് പറയുന്ന ഇതാണ്. നമ്മൾ എന്താണെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിന്തിക്കുന്നു, അതാണ് നമ്മളായിത്തീരുക. നമ്മൾ വളരെ മുൻകാലങ്ങളിൽ നമ്മളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന പല കാര്യങ്ങളുമാണ്, അല്ലെങ്കിൽ തീവ്രമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ആയി മാറിയിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഒരുപക്ഷെ കുട്ടിക്കാലത്തായിരിക്കാം, അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുൻപായിരിക്കാം. അന്ന് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് വളരെയധികം ചിന്തകളിലും ആഗ്രഹങ്ങളിലും ഒക്കെ ഇന്നതൊക്കെ ആയിത്തീരണം, അല്ല ഇന്ന കാര്യങ്ങൾ എന്നിലേക്ക് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ ആലോചിച്ചു. ഏതാണ്ട് അതൊക്കെ തന്നെയാണ്, നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കുക, ഇതൊക്കെ തന്നെയാണ് ഇപ്പം നമ്മളായിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചിന്തിക്കുന്നു, ഇതാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളായിത്തീരുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നേതാക്കളല്ലാത്ത വ്യക്തികളുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെപ്പോഴും ചിന്തിക്കുക നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങളെ കുറിച്ചിട്ടായിരിക്കും അവർക്ക് ചിന്തയുണ്ടായിരിക്കുക. നമുക്ക് ഇപ്പോൾ ഉള്ള വിഷമങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോഴുള്ള ദുരിതങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ എനിക്കുള്ള പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണോ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവരായിരിക്കും ഏതാണ്ട് ശരാശരി മനുഷ്യരായിട്ടുള്ള വ്യക്തികൾ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ കാര്യങ്ങളെ ഒരിക്കലും നമുക്ക് മാറ്റുവാൻ കഴിയുകയില്ല. നമ്മൾ സംഭവിച്ചു പോയ പല കാര്യങ്ങൾ, ദുരിതങ്ങളാകാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിനെ ഒന്നും ഇനി നമുക്ക് മാറ്റുവാൻ കഴിയുകയില്ല. കാരണം അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് എന്താണ് നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അതായത് ഭാവിയെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് തീവ്രമായിട്ട് ആലോചിക്കുക, തീവ്രമായിട്ട് ചിന്തിക്കുക, തീവ്രമായിട്ട് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അവിടെ ബ്രയാൻ ട്രേസി എടുത്തു പറയുന്നു, നിങ്ങളെപ്പോൾ നേതാക്കന്മാരെ കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങുന്നുവോ, നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചത് അങ്ങനെയല്ല എങ്കിൽ, ഒരു ശരാശരി മനുഷ്യനെ പോലെയും അല്ലെങ്കിൽ അണികളായി മാറുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ പോലെയുമാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നതെങ്കിൽ,
ഇന്നു മുതൽ നിങ്ങൾ ഒരു നേതാവിനെ പോലെ ചിന്തിച്ച് തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു നേതാവിന് ലഭിക്കുന്ന അതേ ഗുണഫലങ്ങളൊക്കെ നിങ്ങൾക്കും ക്രമേണ ക്രമേണ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ഇവിടെ ദീർഘകാല വീക്ഷണത്തെ കുറിച്ച് പറയും. നമുക്ക് ദീർഘകാല വീക്ഷണമാണ് വേണ്ടത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നിട്ടുള്ള ആളുകൾ, അപ്പൊ നമുക്ക് പലപ്പോഴും ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും, വർഷങ്ങളായിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു, എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല, ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല, ബിസിനസ്സിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, സാമ്പത്തികമായിട്ടൊന്നും അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളില്ല, ഒന്നും തന്നെ ഒരു ഉയർച്ചയൊന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ വർഷങ്ങളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, തകർച്ചകൾ. എന്നാൽ ഇതേ മേഖലയിൽ തന്നെ നമ്മൾ ചെയ്യുന്ന അതേ കാര്യം തന്നെ ചെയ്യുന്ന മറ്റു പല ആളുകളും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, വിജയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പല വർഷങ്ങളോളം പഴക്കമുള്ള ബിസിനസ്സുകാർ പറയും, ഞാൻ ഇത് തുടങ്ങിയിട്ട് ഒരു 10-20 വർഷം 30 വർഷമൊക്കെയായി, അത്രയും നാളത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ കൺമുന്നിൽ തന്നെ ആയിരിക്കാം 2, 3, 4, 5 വർഷം മാത്രം ഈ മേഖലയിൽ പരിചയമുള്ളവർ ഇവരെക്കാൾ മുകളിലേക്ക് വളർന്നു. ഇവർക്കും ചിലപ്പോൾ ഉപദേശങ്ങൾ കൊടുക്കാവുന്ന തലത്തിലേക്കൊക്കെ വളർന്നു നിൽക്കുന്നത് കാണുവാൻ കഴിയും. അതിന്റെ വ്യത്യാസം, അവർ ആ വിഷയത്തെ പറ്റി ദിനവും കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് പലപ്പോഴും 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരിക്കും 20 വർഷം നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നില്ല. നമ്മളുടെ വർഷങ്ങൾ കടന്നുപോയി എന്നുള്ളതല്ലാതെ ആ മേഖലയെക്കുറിച്ച്, ആ ബിസിനസിനെ കുറിച്ച്, അതിൽ വളർച്ചയുടെ ഘട്ടങ്ങളിലെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. തുടക്കത്തിൽ ഒരു വർഷമോ 2 വർഷമോ ഒക്കെ പഠിച്ച് ഏകദേശം അതിനെ ഒന്ന് സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരും. പിന്നീട് നമ്മൾ ആ ഇതിനെ തന്നെ വീണ്ടും ചെയ്യും. ചർവിത ചർവണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടൂൾസുകൾ, നമ്മുടെ സ്കിൽസുകൾ പഴയ സെറ്റ് തന്നെയാണ്. ഇത് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകും, പക്ഷെ നമുക്കൊരു മാറ്റവും നമ്മളിൽ സംഭവിക്കും. അതേസമയം 5 വർഷം വെറും മാത്രം പഴക്കമുള്ള ഒരു വ്യക്തി നമ്മളെക്കാൾ അപ്പുറത്തേക്ക് വളർന്നു പോകുന്നത് നമ്മൾ ചിലപ്പോൾ കാണാൻ കഴിയും. കാരണം അവൻ 5 വർഷത്തിലെ 5 വർഷവും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കും. കാരണം ഓരോ മേഖലകൾക്കും ഒരു അഡോപ്ഷൻ കർവുകളുണ്ട്. ഓരോ ബിസിനസ് മേഖലയ്ക്കാവാം, അങ്ങനെ ഏത് വിഷയത്തിലാണെങ്കിലും ഒരു കയറ്റമുണ്ട്, അതുപോലെ തന്നെ ഒരു താഴേക്ക് ഒരു ഇറക്കം കൂടി. അത് ഏത് ബിസിനസ്സും ഒന്ന് ഉയർന്നിട്ട് താഴും, അവിടുന്ന് വീണ്ടും പൊങ്ങുന്നിടത്താണ് ഈ പറയുന്ന വിജയികളാകുന്ന വ്യക്തികളുടെ ഘടകം. അപ്പോൾ ഒരുപക്ഷെ വിജയിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരിങ്ങനെ ഇത് പറയും, ഡംപ് പറയും, 20 വർഷത്തെ പരിചയമുണ്ടോ എനിക്ക്. കാരണം ഇവർ ഈ അഡോപ്ഷൻ കർവിൽ എത്തിയിട്ട് പിന്നെ മുകളിലേക്ക് വീഴുന്നില്ല, അവിടുന്ന് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഇവിടെയാണ് കാരണം ജീവിതം തന്നെ അങ്ങനെയാണ്, ഉയർച്ച താഴ്ചയാണ്. ഒരു ഉയർച്ച വരുമ്പോൾ ഒരു താഴ്ചയുണ്ടാകും, ഒരു താഴ്ചയ്ക്ക് അതിന് സമാനമായിട്ടുള്ളൊരു ഉയർച്ചയുണ്ടായിരിക്കും. ഇതേ രീതി തന്നെ ബിസിനസ്സിലുമുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ വിജയിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക എന്നുള്ളത്, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്, ഈ കുട്ടിയെ എത്ര മനോഹരമായി, എത്ര നന്നായി നമ്മൾ നോക്കുന്നു, അവനെ എത്ര നല്ല രീതിയിൽ നമ്മൾ അവനെ പരിപാലിക്കുന്നു. ആ 2 കുട്ടിയുണ്ടെങ്കിൽ നിങ്ങളുടെ 3ാമത്തെ കുട്ടിയായിട്ട് തന്നെ ഈ കാര്യത്തെ കാണണം. എങ്കിൽ മാത്രമേ അവൻ നന്നായി വളർന്നു വരികയുള്ളൂ. ഇപ്പം കുട്ടികളെ വളർത്തുമ്പോൾ നന്നായിട്ട് നല്ല വിദ്യാഭ്യാസവും നല്ല ഉപദേശങ്ങളും നല്ല വഴികളും ഒക്കെ പറഞ്ഞു കൊടുത്തു വരുന്നവൻ ഭാവിയിൽ നല്ല പൗരനായി മാറും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ബിസിനസ്സിനെയും ഒരു കുട്ടിയായി കാണുമ്പോഴാണ് അവൻ നന്നായിട്ട് വളർന്നു വരിക. കാരണം കുട്ടികൾക്കും ബിസിനസ്സിനും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയുമ്പോൾ, ഈ ബിസിനസ് എന്ന കുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവൻ ചിലപ്പോൾ 1 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നു തുടങ്ങും. പക്ഷെ മറ്റേ നമ്മൾ വളർത്തുന്ന കുട്ടി അങ്ങനെയല്ല, ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ, ചിലപ്പോൾ 20 24 വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും അവനിൽ നിന്ന് തിരികെ നമ്മളിലേക്കുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഒരു രീതിയിൽ ഇതിനെ നന്നായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തകർച്ചകൾ ഉണ്ടെങ്കിൽ, ബിസിനസ് ഒരു തരത്തിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ, നമുക്ക് ആ മേഖലയിൽ ഇനിയും എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് അവിടെ പറയാൻ. കാരണം നമ്മൾ വിചാരിക്കും വർഷങ്ങളുടെ പഴക്കമുണ്ട്, എനിക്കെല്ലാം അറിയാം, ഇനി ഞാൻ എന്ത് പഠിക്കാനുണ്ട്. പക്ഷെ അല്ല, ഒരുപാട് എന്തൊക്കെയോ നിങ്ങൾ അതിൽ ഇനിയും നേടുവാനുണ്ട്, സ്കില്ലുകൾ ഇനിയും നേടാൻ. അത് പലതരത്തിലാകാം. ഒരുപക്ഷെ ഒരു സാധനം കൊണ്ടുവരിക, അതിനെ വിൽക്കുക, അതിന്റെ ലാഭം ഇത്ര ഇടുക, പ്രോഫിറ്റ് ഇത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ മാത്രമല്ലാതെ പല വഴികളുണ്ട്.
ഇത് അറിയുവാനുള്ള മാർഗം ഓരോ ബിസിനസ്സിലും ഓരോ രീതിയിലാണ്. ഇതിനെ എല്ലാത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അത് ഏത് മേഖലയിലാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് വിജയിച്ച് നിൽക്കുന്ന വ്യക്തികളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാൻ പറ്റും എന്തൊക്കെയാണ് നിങ്ങളുടെ ദിനചര്യകൾ. കാരണം നമ്മൾ കാണുമ്പോൾ ബിസിനസ്സിലേക്ക് വരുന്ന ആ വ്യക്തിയെ മാത്രം അവന്റെ ചര്യകളെ കുറിച്ച് മാത്രമേ കാണൂ. പക്ഷെ ഇവന്റെ ജീവിതത്തിൽ ഇത് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങളുണ്ട്. അവൻ ചെയ്യുന്ന ചില ചിട്ടയായ ജീവിത രീതികളുണ്ട്. ഇതിനുവേണ്ടി ഇവൻ തലേന്ന് ചെയ്തു വെക്കുന്ന ചില കാര്യങ്ങൾ, ഒരുപക്ഷെ ഇവന്റെ വരവ് ചെലവ് കണക്കുകൾ ഇവൻ കൃത്യമായി സൂക്ഷിക്കുന്നു. ഓരോ ദിവസവും ഇവന്റെ വരവിനപ്പുറത്തേക്ക് ചിലവ് പോകുന്നുണ്ടോ ഓരോ ദിവസവും ശ്രദ്ധിക്കണമെന്നാണ്. സാധാരണ നമ്മളെന്താണ് വാർഷിക കണക്കെടുപ്പോ അല്ലെങ്കിൽ മാസാന്ത്യം കണക്കെടുപ്പോ ഒക്കെ നടത്തുക, അത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ദിനം പ്രതി നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും നമ്മുടെ വരവ് എത്രയാണ്, ചിലവ് എത്രയാണ്, നമ്മുടെ ഈ വരവിനെ കടന്ന് ചിലവ് പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാര്യം ഓരോ ദിവസവും ചെറിയ തുകയായിരിക്കും നമുക്ക് ഒരുപക്ഷെ അധിക ചിലവ് വരുന്നെങ്കിൽ പോലും ഇത് കാലക്രമേണ പെരുകി പെരുകി നമ്മളെ വലിയ ബാധ്യതയിലേക്ക് എത്തിക്കും. ഇങ്ങനെ ഉള്ളിടത്താണ് നമ്മളെ പരാജയങ്ങൾ നമ്മളെ തേടി വരിക. അല്ലെങ്കിൽ ബിസിനസ്സിൽ പലപ്പോഴും നേടുന്ന പല കാര്യങ്ങളും ബിസിനസ് ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് വർഷങ്ങളായി ചെയ്യാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് രക്ഷയൊന്നുമില്ല, നേട്ടമൊന്നുമില്ല. കാരണം ഒരുപക്ഷെ നിങ്ങൾ അനവധി പണം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് പണം വരുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ ഇതിലേ പോകുന്നു എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നു. അതിന്റെ കാര്യം ഇതാണ്, ബിസിനസ്സിൽ നിന്ന് വരുന്ന പണം ബിസിനസ്സിലേക്ക് തന്നെ ഭൂരിപക്ഷവും ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് വിജയിച്ചിട്ടുള്ള ബിസിനസ്. അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ചോദിക്കും ഞാൻ പിന്നെ എന്തിനാ ബിസിനസ് ചെയ്യുന്ന, വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ തന്നെ വേറെ ഏതെങ്കിലും. യെസ്, അവിടെയൊക്കെ എക്സ്ട്രാ വരുമാനങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തിക്കൊണ്ടാണ്, മറ്റു കാര്യങ്ങൾക്ക് കണ്ടെത്തിയിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയ ബിസിനസ്സുകാരൊക്കെയും വിജയത്തിലേക്ക് വരും. അതുപോലെ ഓരോ ദിവസത്തെയും വരുമാനം വരുമ്പോൾ അതിൽ എത്രയധികം നമുക്ക് നിക്ഷേപത്തിലേക്ക് മാറ്റിവെക്കാൻ കഴിയുന്നു എന്നിടത്താണ് ബിസിനസ്സുകാരന്റെ വിജയം. അത് പല രീതിയിലാവും. കാരണം ഒരുപക്ഷെ ദിനം പ്രതി വരുമാനം വരുന്നവരാകാം, ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ വരുന്നത്. ആ ഒരു തലത്തിൽ അതിനെ എത്രത്തോളം നമുക്ക് അതിൽ നിന്നൊരു നീക്കിയിരിപ്പുണ്ടാക്കി മാറ്റിവെക്കുവാൻ കഴിയുന്നു എന്നുള്ളിടത്തിട്ടാണ് പുതിയ വളർച്ച ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അതിലേക്ക് തന്നെ, കാരണം ഒരു ബിസിനസ്സിൽ പെട്ടെന്നൊരു തകർച്ച നേരിടുമ്പോൾ പലപ്പോഴും ഒരു വലിയ ബിസിനസ് കമ്പനികളെ നോക്കുക, കോവിഡ് എന്നൊരു മഹാമാരി വന്നപ്പോൾ പല ചെറിയ ബിസിനസ്സുകളും അല്ല ഇടത്തരം ബിസിനസ്സുകളും ഒക്കെ അടച്ചുപൂട്ടി പോയപ്പോഴും വലിയ കമ്പനികളൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് പിടിച്ചത്? കാരണം ഇവരൊക്കെ കുറഞ്ഞത് ഒരു 5 കൊല്ലത്തേക്കെങ്കിലും വരുമാനമില്ലെങ്കിലും കമ്പനി റൺ ചെയ്യാനുള്ള നീക്കിയിരിപ്പുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന വളരെ വലിയ കമ്പനികൾ, ആ കമ്പനികളൊക്കെ ഇന്നും ആ ഒരു കോവിഡ് എന്ന മഹാമാരിയുടെ 2-3 വർഷത്തെ ഒരു തകർച്ചയിൽ നിന്നുമൊക്കെ അവർ നന്ന ഭംഗിയായിട്ട് ഉയർത്തെഴുന്നേറ്റത് ഇവർക്ക് അതിനുള്ള തുക അവർ മാറ്റിവെച്ചിട്ടുണ്ട്. അത് അപ്പോൾ അത്തരം ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് കുറഞ്ഞത് 1 മാസമെങ്കിൽ അല്ലെങ്കിൽ 6 മാസമെങ്കിലും നമുക്ക് ഈ ബിസിനസ് ഇല്ലെങ്കിൽ പോലും 1 രൂപ പോലും ലാഭമില്ലെങ്കിലും നമുക്ക് റൺ ചെയ്യാനുള്ള തുക നമ്മൾ ഇതിൽ നിന്ന് തന്നെ മുൻകൂട്ടി മാറ്റിവെക്കുന്ന ശീലമുള്ളവരായി. അപ്പൊ ചിലപ്പോൾ ചിലർ പറയും ചില സ്ഥലങ്ങളിൽ ഗ്രാമങ്ങളിൽ ബിസിനസ് നടത്തി ഇനിയിപ്പോ ഒരുപക്ഷെ ഒരു ടൗണിന്റെ നടുക്ക് പോയിട്ട് ബിസിനസ് ചെയ്താൽ ചിലപ്പോൾ വിജയിക്കും. അപ്പൊ ചിലപ്പം നാട്ടിൽ വിജയിച്ചവനുമായിരിക്കാം, പക്ഷെ ഇയാൾ പെട്ടെന്നൊരിക്കൽ പട്ടണത്തിലേക്ക് ഇന്ന് വലിയൊരു അതിന്റെ തന്നെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള തുടങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഇയാൾ തകർന്നു പോകുന്നുണ്ട്. കാരണം കുളത്തിൽ നിന്ന് പിടിച്ച മീനിനെ കൊണ്ട് കടലിലേക്ക് കൊണ്ടിട്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴും അവിടെ നമുക്ക് 1 മാസത്തേക്കോ 6 മാസത്തേക്കോ ഉള്ള ബിസിനസ് ഇല്ലെങ്കിൽ പോലും പിടിച്ചു നിൽക്കാനുള്ള ഒരു നിക്ഷേപം ആദ്യത്തെ തുടക്കത്തിലെ നമ്മുടെ ഈ ചെറിയ രീതിയിൽ നിന്ന് തന്നെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുക. അല്ലെങ്കിൽ ഡെപ്തിലേക്ക്, ബിസിനസിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ അതിന്റെ അടുത്ത ചുവടുവയ്പ് നടത്താം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാൽ തെറ്റി വീഴുവാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് വളരെയധികം സ്കില്ലുകൾ വേണം. പലപ്പോഴും വലിയ കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന്റെ ഓണേഴ്സ് ചിലപ്പോൾ ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം, സ്റ്റാഫുകളാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇവരതിലെ ഇടയ്ക്ക് വന്നിട്ട് പോകുന്നതായിട്ടേ കാണാം. പക്ഷെ ഇവർക്ക് അവിടുത്തെ A to Z കാര്യങ്ങളും ഒരു തൊഴിലാളി ഇല്ലെങ്കിൽ പോലും ചെയ്യാൻ അറിയാവുന്നവരായി. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ടാറ്റ കമ്പനിയുടെ മാതൃക എടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടും അവരിങ്ങനെ ആ ഒരേ ലെവലിൽ തന്നെയാണ് പോകുന്നത്. അവർക്കൊരു താഴ്ചയോ ഉയർച്ചയോ ഒന്നുമില്ല. അതുപോലെ കോവിഡ് മഹാമാരി വന്നപ്പോഴും അങ്ങനെ പല പ്രകൃതി ദുരന്തങ്ങൾ വന്നപ്പോഴും കോടിക്കണക്കിന് രൂപ അവർക്ക് ചാരിറ്റി ഫണ്ടിലേക്ക് നൽകുവാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്.
അപ്പൊ അതിന്റെ കാര്യം അവിടെ പുതിയൊരു കുട്ടി ഈ ബിസിനസ് മേഖലയിലേക്കാണ് അവൻ നാളെ വരേണ്ടതെങ്കിൽ ചെറുപ്പം മുതലേ അവൻ ആ ബിസിനസിന്റെ ഏറ്റവും അടിത്തട്ടിലെ മേഖല മുഴുവൻ പണി ചെയ്ത് തന്നെയാണ്. അവിടുത്തെ ഒരു സ്വീപ്പറുടെ ജോലിയാണ് ഏറ്റവും ചെറുതെങ്കിൽ ആദ്യം സ്വീപ്പറുടെ ജോലി തൊട്ടുവൻ ചെയ്ത് പറഞ്ഞു. കാരണം എല്ലാ മേഖലയെക്കുറിച്ച് ഇവന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ വന്ന ഒരു വ്യക്തി തകരാത്ത നേതാക്കളെ അല്ലെങ്കിൽ തകർച്ച വന്നിട്ടില്ലാത്ത ബിസിനസ്സുകാരെ, ജീവിതത്തിൽ തകർച്ചയില്ലാത്തവരെ പഠിച്ചു നോക്കിയാലേ അറിയാം ഇവരെപ്പോഴും ഗ്രൗണ്ട് ലെവലിൽ നിന്നും വളർന്നു വന്നിട്ടുള്ളവരെ. പെട്ടെന്ന് ഒരിക്കലും ഇങ്ങനെ വായിൽ വെള്ളിക്കരണ്ടി എന്ന് പറഞ്ഞ രീതിയിൽ ഉയർന്നു വന്നവരല്ല. ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് ഉയർന്നു വന്നിട്ടുള്ളത്. ഇവരെ തകർക്കുവാനും ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുക വേണം, ഒരു 20 വർഷം നമ്മൾ ചെയ്ത ബിസിനസ് ആവാം, മറ്റു പ്രവൃത്തികളാകാം, ഇവിടെ ഇന്നും വിജയമില്ലെങ്കിൽ നമ്മളിൽ എന്തൊക്കെയോ സ്കില്ലുകൾ കുറവുണ്ട് എന്നുള്ളത് സ്വയം മനസ്സിലാക്കി അതിനെ പഠിക്കുക തന്നെ വേണം. ചിലപ്പോൾ അത് പണം മുടക്കി പഠിക്കേണ്ടതാവാം, അല്ലെങ്കിൽ ആളുകളോട് ചോദിച്ച് അറിയാവുന്ന ഇതിൽ വിജയിച്ച വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതാവാം. ഇങ്ങനെ പല തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിൽ ഒരു 99% കാര്യങ്ങൾ നമുക്കറിയാമായിരിക്കാം. പക്ഷേ അവസാനത്തെ ആ 1% ഇവിടെയാണ് പാളിച്ചത്. എന്ത് സ്കില്ലും കൂടിയാണ് അതിൽ ഞാൻ നേടിയെടുക്കേണ്ടത്. ഇതും കൂടെ നേടിയാൽ നിങ്ങൾക്ക് 100%ത്തിലേക്ക് എത്തിയാൽ അവിടെ വലിയ വിജയങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നിരവധി വർഷം അകലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്ന് നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനമെടുത്തുകൊണ്ട് വേണം, അല്ലെങ്കിൽ ദൂരക്കാഴ്ചകളോടുകൂടി വേണം നമ്മൾ കാര്യങ്ങളെ സമീപിക്കുക. അല്ലാതെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യത്തിന് വളർച്ച ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. വളരുമ്പോൾ നമുക്കതിനെ വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് ഒരു കൃത്യമായ രൂപരേഖയോടുകൂടി വേണം. പ്രത്യേകിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ പല രീതികളിൽ അതിന്റെ മൂലധനം കണ്ടെത്താറുണ്ട്. പാരമ്പര്യമായി കിട്ടിയ മൂലധനം ഉണ്ടാവാം, കടം വാങ്ങിയതാകാം, ലോണൊക്കെ എടുത്തിട്ട് വലിയ ബിസിനസ് ചെയ്യുന്നവർക്ക്. അപ്പൊ അവിടെയൊക്കെ വളരെയധികം സൂക്ഷിക്കണം. നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ ഒരുപക്ഷെ ആ ലോണൊക്കെ അടയാനുള്ള വരുമാനം കാണുമായിരിക്കുമെങ്കിൽ പോലും നമ്മുടെ മറ്റു ചിലവുകളുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ ഒരുപക്ഷെ തിരികെ അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരും. ഇത് ക്രമേണ വളർന്ന് വലിയ തുകയാകുമ്പോൾ പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക്. കാരണം ഇത്തരം ലോണുകൾ എടുക്കുമ്പോൾ അത് നമുക്കൊരു വലിയ പ്രഷർ സമ്പാദിക്കും. കാരണം ഇത് അടയ്ക്കണം എന്നുള്ളൊരു പ്രഷർ സമ്പാദിക്കപ്പെടും. അതും നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ള നമ്മുടെ ശക്തിയെ കുറയ്ക്കുന്നില്ല. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ളൊരു ശാന്തമായി നമുക്കത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു മറു കാര്യം കൂടി ചെയ്തുകൊണ്ടിട്ട് വേണം അവിടെ ചെയ്തു പോകാൻ. അപ്പൊ നമ്മൾ ദൂരക്കൂട്ടിയുള്ള കാഴ്ചയെക്കുറിച്ച് പറയും. വളരെ ഇപ്പൊ ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം. 5 വർഷം കഴിയുമ്പോൾ നമ്മളുടെ ലെവൽ എവിടെയായിരിക്കണം, അല്ലെങ്കിൽ ഏത് വീട്ടിലായിരിക്കണം, എത്ര വലിപ്പമുള്ള വീട്ടിലായിരിക്കണം ആ 5 വർഷം കഴിയുമ്പോൾ ഞാൻ താമസം, എന്റെ വാഹനം ഈ 5 വർഷം കഴിയുമ്പോൾ ഏതായിരിക്കും, ഞാൻ കൂട്ടുചേരുന്ന എന്റെ ബന്ധങ്ങൾ ഏത് വ്യക്തികളോടായി. ചിലപ്പോൾ ഇത്രയും വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ആരൊക്കെയെങ്കിലും നമ്മളിൽ നിന്ന് ഒപ്പമില്ലാതെ ഇരിക്കാം, ആരൊക്കെ നമുക്ക് ഒപ്പമില്ലാതിരിക്കാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിച്ചു കൊണ്ടുവേണം നമ്മൾ, കൃത്യമായി കഴിയുമെങ്കിൽ എഴുതി വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. അപ്പൊ കുറഞ്ഞത് 5 വർഷത്തെയെങ്കിലും ഭാവനാ ലോകത്തെ നമ്മൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കണം എന്ന് പറയും. വ്യക്തിതന്ത്രപരമായ ആസൂത്രണങ്ങളിൽ നിങ്ങളുടെ നീണ്ടകാല ജീവിതം മുമ്പിൽ കണ്ടുവേണം തുടങ്ങാൻ എന്നുള്ളതാണ്. അതൊരു പക്ഷേ പ്രായമായി കഴിയുമ്പോൾ പലരും വിചാരിക്കും ഇനി എന്ത് എനിക്ക് ആലോചന, അല്ലെങ്കിൽ എനിക്ക് എന്തിനാണ് ഇനി ഭാവനാ ലോകം. കാരണം അവിടെയും ഉണ്ട് നമ്മുടെ അവസ്ഥ. ഇനിയും വരുന്ന വർഷങ്ങളിൽ നമ്മൾ ജീവിക്കേണ്ട രീതികളെ കുറിച്ച് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ, ലക്ഷ്യങ്ങളില്ല എങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇങ്ങോട്ട് ജീവിതം. കാരണം ലക്ഷ്യമില്ലാത്തവന്റെ ജീവിതങ്ങളാണ് പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയി മാറിയിട്ടുള്ളത്. അത് ഏതാണ്ട് ഭൂരിപക്ഷം മനുഷ്യരുടെയും അങ്ങനെ തന്നെയാണ്. വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ കൃത്യമായ ലക്ഷ്യങ്ങളെ എഴുതി വെച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് മറ്റൊന്നും, അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അവർക്കില്ലെന്നല്ല, ഉണ്ട്, പക്ഷെ അതൊരു പ്രശ്നമായി തീരുന്നില്ല. കാരണം അതൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല. അവരുടെ ലക്ഷ്യത്തിലേക്കാണ് ഇവർ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്, അവരുടെ ഗോളിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോളുകൾ പല രീതിയിലാകാം, ആരോഗ്യത്തിന്റെ കാര്യത്തിലാവാം. ഈ 5 വർഷം കഴിയുമ്പോൾ എന്റെ ആരോഗ്യം എങ്ങനെ ഇരിക്കണം? ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പല ആളുകളെ കുറിച്ചും കണ്ടിട്ടുണ്ട്, വളരെ പെട്ടെന്ന് അവരിങ്ങനെ ഹൈക്ക് ചെയ്യുന്നു. അതായത് പരിമിതികളില്ലാതെ സങ്കല്പിക്കുന്ന വ്യക്തികളെ കുറിച്ച് നമ്മൾ കണ്ടു. നിങ്ങൾക്ക് യാതൊരുവിധ പരിമിതി, ഇത് തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കണമെന്നാണ് ബ്രയാൻ ട്രേസി പറയുക. നിങ്ങൾക്ക് യാതൊരു പരിമിതികളും ഇല്ലെന്ന് സങ്കല്പിക്കുക.
നമുക്കൊരു പരിമിതിയില്ല. അതിൽ വളരുവാനായിട്ട് എനിക്ക് ഒരു തടസ്സവുമില്ല. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ന്യായം പറയും, അവന്റെ പല കാര്യങ്ങൾക്കും നമ്മളെക്കാൾ കൂടുതലായുണ്ട്, അവന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ നല്ലതായിരുന്നു, അച്ഛനമ്മമാർ മെച്ചപ്പെട്ടവരായിരുന്നു, അല്ലെ അവന്റെ ബന്ധങ്ങൾ വളരെ വലുത്, എന്നൊക്കെ നമുക്ക് ന്യായങ്ങൾ പറയാൻ കഴിയുമെങ്കിലും ഇതൊന്നുമല്ല, പരിമിതികൾ നമുക്കൊന്നിലുമില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ആ വളർച്ചയിലേക്ക് കടന്നു വരിക. മാനസികമായിട്ട് ആദ്യം ഈ ഒരു സ്കില്ല് നേടിക്കഴിയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലുക എന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഏത് ലക്ഷ്യവും നേടാൻ തക്കവണ്ണം ഇഷ്ടം പോലെ നമ്മുടെ സമയവും കഴിവും ശേഷിയും നമുക്കുണ്ട് എന്ന് സങ്കല്പിക്കും. നമ്മൾ ജീവിതത്തിൽ എവിടെ നിൽക്കുന്നു എന്നതിൽ പ്രസക്തിയില്ല. ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിൽ പ്രസക്തിയില്ല. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നിടത്താണ് നമ്മളുടെ മുന്നിൽ ഏത് വാതിലുകളും തുറന്നു വരിക എന്നുള്ളത്. ഇവിടെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പ്രകടനം നടത്തിയവരുടെ ഇടയ്ക്ക് ഒരു പരീക്ഷണം നടത്തിയതിന്റെ കഥ പറയുന്നു. അപ്പൊ അവര് വർഷങ്ങളായിട്ട് ഇങ്ങനെ ശരാശരി പ്രകടനം നടത്തുന്നു. സാധാരണ മനുഷ്യരെല്ലാം ശരാശരി പ്രകടനക്കാരാണ്, ചിലർ അതിനും താഴെയാണ്. അപ്പോൾ ഒരു ഭൂരിപക്ഷം ആളുകളും വരുന്നത് ഈ ശരാശരി പ്രകടനത്തിന്റെ മേഖലയിലാണ്. ഒരുപക്ഷെ നമ്മളൊക്കെയും അങ്ങനെയായിരിക്കും, ശരാശരിയിൽ നിൽക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ഒരു ഹൈക്കിലേക്ക് വരുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അല്ലെ? വർഷങ്ങളോളം, ഒരു 20 വർഷമായുള്ള ഒരു ബിസിനസ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിൽ പ്രവർത്തിച്ച് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ഇയാൾ പെട്ടെന്ന് ഒരു മേഖലയൊന്നും മാറിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഇയാൾ ഇങ്ങനെ വളർന്നു വരുന്നതായിട്ട് നമ്മളെ ഊതി വീർപ്പിക്കുന്ന പോലെ വളർന്നു വരുന്നതായിട്ടൊക്കെ കാണാറ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകളെ കുറിച്ചിട്ട് നടത്തിയ ഒരു പഠനത്തില് കണ്ടെത്താൻ കഴിഞ്ഞത്, ഈ ശരാശരി പ്രകടനങ്ങൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർ പെട്ടെന്ന് അസാമാന്യമായ വിസ്ഫോടന പ്രകടനത്താൽ വിജയവും നേട്ടവും കണ്ടെത്തിയത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുമ്പോൾ അവര് കുതിപ്പ്, അവരുടെ ടേക്ക് ഓഫിൽ ഒരു നീലാകാശ ചിന്ത വന്നിരുന്നു. ടേക്ക് ഓഫ്, അവര് ടേക്ക് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിമാനം ആ റൺവേയിലൂടെ ആദ്യം 3 വട്ടമോ 4 വട്ടമോ കുറെ വട്ടം നിലത്തുകൂടെ ഓടാറുണ്ട്. വിമാനം പോകുമ്പോൾ ആദ്യം നിലത്തൂടെ ഓടിയിട്ട് അവിടെ നിന്നാണ് ഇതിനെ ടേക്ക് ഓഫ് ചെയ്യുക, മുകളിലേക്ക് വരിക എന്ന് പറഞ്ഞതുപോലെ വർഷങ്ങളോളം ഇവർ റൺവേയിലൂടെ ഓടിയതിനു ശേഷം എപ്പോഴോ എവിടെയോ ഒരു സമയത്ത് വെച്ചിട്ട് ഇവർ ടേക്ക് ഓഫ് ചെയ്തു, ഉയർന്നു തുടങ്ങി. ആ ഉയർന്നത് ഇവരുടെ ഉള്ളിൽ ഒരു നീലാകാശ ചിന്ത വന്നപ്പോൾ. എന്താണ് നീലാകാശ ചിന്ത? ഇത് തന്നെയാണ് പരിധികളില്ലാത്ത ആശയം, അല്ലെങ്കിൽ പരിധികളില്ലാത്ത കഴിവുകൾ നമുക്കുണ്ട് എന്ന് ചിന്തിച്ചു തുടങ്ങിയിടത്ത് നിന്നാണ് ഇവർ ടേക്ക് ഓഫ് ചെയ്യാൻ. അവിടെ നീലാകാശ ചിന്തയിൽ അവർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. അതൊരു അഹംഭാവത്തിന്റെ വാക്കുകളായി എടുക്കരുത്. കാരണം എനിക്ക് നേടാൻ കഴിയാത്ത ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നത് നമ്മൾ ആരോടും വിളിച്ചു പറയേണ്ട കാര്യമല്ല. നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു അടിയുറച്ച വിശ്വാസമാണ്. അത് നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ വളർച്ചയിൽ മാത്രം നമുക്ക് ഉപകരിക്കുവാനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അവിടെ നീലാകാശ ചിന്ത മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പരിമിതികൾ ഒന്നും തന്നെയില്ല, വളരെ ശുഭമായ ആകാശം, അതാണ് നീലാകാശം. നല്ല തെളിഞ്ഞ ആകാശത്തെ നമ്മൾ കണ്ടുകൊണ്ട്, മേഘങ്ങളൊന്നുമില്ല, ഒരു മേഘപാളുകളും നമ്മളെ തടയുവാനില്ല. നീലാകാശത്തെ കണ്ടു തുടങ്ങുമ്പോഴാണ് ടേക്ക് ഓഫ്. അപ്പോൾ അവിടെ എല്ലാ രീതിയിലും എൻ്റെ വളർച്ചയിലെ, ജീവിതത്തിലെ പല കാര്യങ്ങളും കുറ്റമറ്റതാണ് എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുമ്പോൾ, വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ സംഭവിക്കുമ്പോഴേ നമ്മൾ സ്വയം വിശ്വസിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം വരുമ്പോഴാണ്, ഈ ചിന്ത വരുമ്പോൾ, നീലാകാശ ചിന്ത വന്നു തുടങ്ങുന്നത് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നു, എല്ലാം തികഞ്ഞ ഭാവിയുടെ സൃഷ്ടിക്കായി എന്താണെങ്കിൽ ഇനിയും ഞാൻ സംഭവിപ്പിക്കേണ്ടത്? അവിടെ നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ ചിന്തിക്കേണ്ടത് വിട്ടുവീഴ്ചകൾ പാടില്ല, കോംപ്രമൈസ് ഇല്ലാത്ത സ്വപ്നങ്ങളായിരിക്കണം. കാരണം സ്വപ്നങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, അത് നേടാൻ കഴിയാത്തത് നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്യും. നമ്മൾ പലപ്പോഴും വസ്ത്രം വാങ്ങാൻ പോകുമ്പോഴും, കാർ വാങ്ങാൻ പോകുമ്പോഴും, എന്ത് കാര്യങ്ങൾ വാങ്ങുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കാറിനെയോ വാഹനത്തെയോ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ, ഇതിന്റെ വിലയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ മാറ്റിയിട്ട് നമ്മുടെ വിലയിൽ ഒതുങ്ങുന്നതിലേക്ക് മാറുന്നത് ഒരു കോംപ്രമൈസാണ്. കാരണം എനിക്കത് വാങ്ങാനുള്ള
ശക്തിയില്ല, ധൈര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമ്പനിയിലെ എക്സിക്യൂട്ടീവിനോട് കാഡിലാക്ക് കാർ, വില കൂടി ബെൻസിനോളോ അല്ലെങ്കിൽ BMW കാറിനോടൊപ്പം വിലയുള്ള കാഡിലാക്ക് കാർ വാങ്ങാൻ സെയിൽസ് മാനേജർ പറഞ്ഞൊരു കഥ പറഞ്ഞു. അവിടെ വില കുറഞ്ഞൊരു കാറാണ് ഈ സെയിൽസ്മാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അയാളെ വിളിച്ചൊരു കാഡിലാക്ക് കാർ കമ്പനിയിൽ ചെന്നിട്ട് നിന്റെ കാർ എക്സ്ചേഞ്ച് ചെയ്യണം, കാഡിലാക്കുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവിടെ തുടക്കത്തില് ഇദ്ദേഹത്തിന് അതിലൂടെ ശങ്ക തോന്നിയെങ്കിലും ഇദ്ദേഹം ആ കാർ വാങ്ങുവാൻ നിർബന്ധിതനായി. കാരണം കാഡിലാക്ക് വാങ്ങിയാൽ എനിക്ക് ജോലി നൽകൂ എന്നുള്ള തലത്തിൽ വന്നപ്പോൾ ആ കാർ വാങ്ങിയുണ്ടായി. ഇതുമായി വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയ്ക്ക് ഹൃദയസ്തംഭനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ക്രമേണ ഇയാൾ അതുമായി പരിചയിച്ചു. ഇദ്ദേഹത്തിന് വരുമാനത്തിന്റെ അളവ് വർദ്ധിക്കുവാൻ തുടങ്ങി. കാഡിലാക്കിന്റെ മാസ അടവുകൾ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ലാതായി. ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഇതേ കമ്പനിയിലെ മറ്റ് സെയിൽസ്മാൻമാർക്ക് ഇദ്ദേഹത്തിന്റെ ആ ഒരു കഴിവുകൾ കണ്ടപ്പോൾ ഇവരും ഇതേ തലത്തിൽ വിജയിക്കാൻ തുടങ്ങി. അവിടെയുള്ള കമ്പനിയിലെ എല്ലാ സെയിൽസ്മാരും വളരെ ഊർജ്ജസ്വലരായി മാറി എന്ന് പറഞ്ഞു. ഒരാളിൽ ഒരു വിജയം ഉണ്ടായാൽ മതി, അത് ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഒരാളിൽ ചില മോശം കാരണങ്ങൾ ഉണ്ടായാൽ അത് ഇതുപോലെ തന്നെ വളരെ വേഗത്തിൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാം തികഞ്ഞ ഭാവിക്കായി ഞാൻ ഇനി എന്തൊക്കെ സ്കില്ലുകൾ നേടണമെന്ന് ആദ്യം നമ്മൾ പരിശോധന. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർ അവരുടെ നിത്യജീവിതത്തിൽ ചിട്ടയില്ലെങ്കിൽ അവർക്ക് വളരെയധികം പാളിച്ചു. കാരണം അവിടെ ഒന്നും ഒരു കോംപ്രമൈസ് പാടില്ലാത്ത വ്യക്തികളാണ് അവർ, അവരുടെ ജീവിതത്തിൽ വേണം. അതുപോലെ ആരോഗ്യത്തെ കൃത്യമായിട്ട് സംരക്ഷിക്കുന്നവരുമാണ്. കാരണം നമുക്കിതൊക്കെ ചെയ്യണമെങ്കിൽ കൃത്യമായ ആരോഗ്യം ഉണ്ടായിരിക്കും, ഫിറ്റ്നസ് കൃത്യമായിട്ടുണ്ടായിരിക്കാം. ഇത് ചിലപ്പോൾ നമ്മൾ വളരുന്നതനുസരിച്ച്, ബിസിനസ്സിൽ വളരുന്നതനുസരിച്ച് നമ്മൾ ആദ്യം നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ ശരീരത്തെ നോക്കാനും അല്ലെ കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ സമയം കണ്ടെത്തുകയെങ്കിൽ നമ്മൾ വലിയ ബിസിനസ്സുകാർ ശ്രദ്ധിക്കും. ഇതിനായിട്ട് ഇവർക്ക് ഫിറ്റ്നസ് കോച്ചുകൾ ഉണ്ടാകാം, ഒന്നിലധികം ഡോക്ടർമാരുടെ സർവീസ് ഉണ്ടാകാം. ഇങ്ങനെ പല കാര്യങ്ങളിൽ ഇവർക്ക് സ്റ്റാഫ് എന്ന തലത്തിലെ ആളുകൾ ഉണ്ടാവാം. ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഫിറ്റ്നസ് കോച്ച് ഉണ്ടാവാം. ഇവർക്ക് ഓരോ ദിവസവും ഇവർ ചെയ്യേണ്ട എക്സർസൈസുകളെ കുറിച്ച് ഇവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഫിറ്റ്നസ് കോച്ചുകൾ ഇവർക്കൊപ്പം ഉണ്ടാകാം. അല്ലെ ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, വിദഗ്ധന്മാർ, കാരണം ഇവർ കഴിക്കേണ്ട ഭക്ഷണ രീതികളെ കുറിച്ചിട്ട് പോലും കൃത്യമായി പറയുന്ന ഡോക്ടർമാരുടെ സർവീസ് ഇവരുടെ കയ്യിലുണ്ട്. തുടക്കത്തിൽ നമുക്കത് സാധിക്കില്ലെങ്കിൽ നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാ തലത്തിലും നമുക്ക് നല്ല ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചെങ്കിലേ ഉള്ളൂ അവിടെ വിജയം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുവാൻ കഴിയും. അല്ല എങ്കിൽ നമുക്ക് കോംപ്രമൈസിൽ എത്തുന്നവരൊക്കെയും ശരാശരി മനുഷ്യരായിട്ട് ജീവിച്ചു. ശരാശരിക്ക് അപ്പുറത്തേക്ക് വളർച്ച ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അവിടെ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കരുത്, സ്വപ്നങ്ങളിൽ വിട്ടുവീഴ്ചയരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മുടെ സ്വപ്നങ്ങളിൽ വിട്ടുവീഴ്ചയരുത് എന്നുള്ളത് പറയുമ്പോൾ അതിനൊരു കുറച്ച് ചോദ്യങ്ങൾ പറയുന്നു. അതായത് നമ്മളുടെ ഒരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അപ്പുറത്തേക്കുള്ള ഒരു വളർച്ചയെ നമ്മൾ ഇപ്പോഴേ കണക്കാക്കി വെക്കുമ്പോൾ അവിടെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് എന്തായിരിക്കും എൻ്റെ അന്നത്തെ തൊഴിൽ സാഹചര്യം. ഇന്ന് ഞാൻ ചെയ്യുന്ന തൊഴിലാവാം, ബിസിനസ് ആവാം, മറ്റു കാര്യങ്ങളാകാം. ഈ 5 വർഷത്തിന് ശേഷം ഞാൻ അന്ന് നിൽക്കേണ്ടത് എവിടെയായിരിക്കാം. ജോലി ചെയ്യുന്നവനാണെങ്കിൽ എൻ്റെ പ്രൊമോഷൻ തലത്തിൽ ഞാൻ എവിടെ എത്തി നിൽക്കണം കമ്പനിയിൽ. അല്ലെ ബിസിനസ് ചെയ്യുന്നവനാണെങ്കിൽ എൻ്റെ ആ ബിസിനസിന്റെ സൈസ്, പരിധി, കാലത്തിന്റെ അളവുകൾ, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ബിസിനസിന്റെ അളവ് പരിധി എത്രത്തോളം വർദ്ധിച്ചിരിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യിക്കണം. ഞാൻ എന്തായിരിക്കും അപ്പോൾ ചെയ്യുന്നുണ്ടാവുക, ഇപ്പോഴല്ല, ആ വർഷങ്ങൾ കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മളുടെ കമ്പനി തുടക്കത്തിലാണെങ്കിൽ നമ്മൾ അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെ നമ്മുടെ ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ അവിടുത്തെ ചെറിയ ജോലിയിലോ അല്ലെ ചെറിയ കാര്യങ്ങളിലോ ആയിരിക്കാൻ നിൽക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എല്ലാം ഇപ്പോൾ തുടക്കത്തിൽ അവർ തന്നെ ചെയ്യുന്നവരായി, അവർ തന്നെയായിരിക്കാം അതിന്റെ മുതലാളിയും തൊഴിലാളിയും എല്ലാം ചെയ്യും. A to Z അവരായിരിക്കാം. പക്ഷെ 5 വർഷം കഴിയുമ്പോൾ ഞാൻ അവിടെ ചെയ്യുന്നത് എന്തൊക്കെ കാര്യമായിരിക്കാം. കാരണം വളർന്നു കഴിയുമ്പോൾ അവിടെ സ്റ്റാഫുകൾ ഉണ്ടാവാം, മാനേജേഴ്സ് ഉണ്ടാവാം, സൂപ്പർവൈസേഴ്സ് ഉണ്ടാകാം. ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൽ മാത്രമായിരിക്കാം അന്ന് എൻ്റെ പണി. അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും പോയി കൃത്യമായിട്ട് അതില്ലെങ്കിൽ ചെയ്യുക, ആള് വന്നില്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതല്ല. ഇതിന്റെ പണിയുടെ തലം മാറി. അതുപോലെ എവിടെ ഇരുന്നിട്ടായിരിക്കാം ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഈ ചിന്തകൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമുക്കൊരു സ്ഥലമുണ്ടായിരിക്കാം. ചിലപ്പോൾ വീടിന്റെ ഉള്ളിൽ ഏതെങ്കിലും മുറിയുടെ സൈഡിലായിരിക്കാം, അല്ല നമ്മുടെ കടയുടെ ഏതെങ്കിലും ഒരു കോണിലായിരിക്കാം. പക്ഷെ ഈ വർഷങ്ങൾ കഴിയുമ്പോൾ, നമ്മൾ ചിന്തിക്കുന്ന ഈ വർഷങ്ങൾ കഴിയുമ്പോൾ എവിടെ ഇരുന്നിട്ടായിരിക്കണം ഞാനിത് ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ വലിയ നിലകളുള്ള കമ്പനിയുടെ ക്യാബിന്റെ ഉള്ളിൽ നിന്നിട്ടായിരിക്കും,
അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മളിപ്പോൾ ചിന്തിച്ചു തുടങ്ങണം എന്നിട്ടാണ്. അല്ലെങ്കിൽ ആർക്കൊപ്പം, ഇപ്പം ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആർക്കൊപ്പം ഇരുന്നായിരിക്കാം ഞാൻ ആ സമയത്ത് പ്രവർത്തിക്കുന്നത്, ഏത് ലെവലിലുള്ള ഉത്തരവാദിത്തമായിരിക്കും എനിക്കുണ്ടാകും. ഇപ്പോൾ നമ്മൾ ചെറിയ തലത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എന്റെ ഉത്തരവാദിത്തം ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ ഇപ്പം നമുക്ക് ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്നവരെ പറഞ്ഞാൽ അവർക്ക് വലിയ ഉത്തരവാദിത്ത ബോധം വേണ്ട. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്ന പണി ചെയ്യുക, വൈകുന്നേരം ആകുമ്പോൾ അതിന്റെ പണം വാങ്ങുക എന്നുള്ളതേ ഉള്ളെങ്കിൽ ഈ വർഷങ്ങൾ കഴിയുമ്പോൾ എന്റെ ലെവൽ ഉത്തരവാദിത്തങ്ങൾ എവിടെയായിരിക്കാം, എത്ര ഉത്തരവാദിത്തമുള്ള തൊഴിലായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. അതുപോലെ എനിക്ക് എന്തെല്ലാം തരത്തിലുള്ള കഴിവുകളും ശേഷിയുമാണ് ഉണ്ടായിരിക്കുക. ഒന്നിലധികം കഴിവുകളുണ്ടായി. പലരും പറയുന്നു എനിക്കൊരു തൊഴിലേ അറിയത്തുള്ളൂ, ആ തൊഴിലേ ഞാൻ ചെയ്യത്തുള്ളൂ, വേറൊന്നും എനിക്ക് അറിയത്തില്ല, ഇനി അതൊക്കെ മാറിയിട്ടൊന്നും ചെയ്യാനാ എന്ന് പറയുന്നു. അവരുടെ ജീവിതം ഉറപ്പാണ് ശരാശരിക്ക് അപ്പുറത്തേക്ക് പോവില്ല. കാരണം ഏത് തൊഴിലിനും ഒരു സമയപരിധിയുണ്ട്. ഇത് കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ പ്രാധാന്യം നശിക്കും. അപ്പോൾ പുതിയ കാര്യങ്ങൾ, പുതിയ സ്കില്ലുകൾ നമ്മൾ നേടിയേ പറ്റുകയുള്ളൂ. ഇപ്പോ എനിക്ക് വളരെ ഇഷ്ടമാണ് ടൈപ്പ് റൈറ്റിംഗ് മെക്കാനിക്സ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ജോലിയാണ് ടൈപ്പ് റൈറ്റിംഗ്. അഴിച്ചെടുക്ക് അതിന്റെ കംപ്ലൈന്റ് ഒക്കെ നീക്കി നന്നായിട്ട് കൊടുക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളതും രസകരമായി രസിച്ച് ചെയ്യുന്ന ജോലിയാണെന്നില്ല. പക്ഷെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? ഇന്ന് ലോകത്ത് ടൈപ്പ് റൈറ്റർ തന്നെ കാണാൻ കിട്ടില്ല. ഏതെങ്കിലും പുരാവസ്തു പോലെ മാറ്റി വെച്ചിരിക്കുന്ന ഏതെങ്കിലും കമ്പനിയുടെ സൈഡിൽ ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഇരിക്കുന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്നും പഴയ രീതി പിന്തുടരുന്ന ഏതെങ്കിലും ടൈപ്പിംഗ് സ്ഥാപനങ്ങളിൽ ചെന്നാൽ ഒരുപക്ഷെ നമുക്ക് സൂക്ഷിച്ചു നോക്കി എവിടെയെങ്കിലും കാണാൻ കഴിയും. അങ്ങനെയുള്ളിടത്ത് ഒരു മെക്കാനിക്, ടൈപ്പ് റൈറ്റിംഗ് മെക്കാനിക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രയോജനമില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ടൈപ്പ് റൈറ്റർ മാറി കമ്പ്യൂട്ടറിലേക്കുള്ളത് പഠിക്കുക തന്നെ വേണം. ഇന്നും നമ്മൾ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യും. അവരുടെ അടുത്ത സ്റ്റെപ്പായ കമ്പ്യൂട്ടറിലേക്ക് അവർ പോവുക തന്നെ വേണം. ഇങ്ങനെ ഓരോ മേഖലയിൽ, നിങ്ങളുടെ മേഖല ഏതാണോ ആ മേഖലയിലെ അപ്ഡേഷൻ എന്താണെന്ന് നമുക്കറിയാമായിരിക്കും. അതിന് നമ്മൾ പഠിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഇവിടെ പറയുക. അതുപോലെ ഈ വർഷങ്ങൾ കഴിയുമ്പോൾ, 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോൾ ഏത് തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കണം ഞാൻ നേടിക്കൊണ്ടിരിക്കേണ്ടത്? കാരണം ലക്ഷ്യങ്ങളുടെ സ്ഥിതി മാറുന്നു. നമ്മൾ 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം നമ്മൾ നേടിക്കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ ഏത് ലെവലിലുള്ള ലക്ഷ്യങ്ങളിലേക്കാണ് നമ്മുടെ ചിന്തകൾ പോവേണ്ടത്? കാരണം നമ്മൾ വളരുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചിന്തകളുടെയും ലക്ഷ്യങ്ങളുടെയും പരിധി വികസിക്കും. ആ പരിധി ഏതിലേക്ക് മാറിയിരിക്കണം എന്നുള്ളതായിരിക്കും. ഇപ്പൊ ചെറിയൊരു കമ്പനി തുടങ്ങുന്ന ആൾക്ക് ആ കമ്പനിയെ വിജയിപ്പിക്കുക എന്നുള്ളതായിരിക്കും 5 വർഷത്തിലേക്ക്. ഈ 5 വർഷം കഴിയുമ്പോൾ ഇതിൽ നിന്നും അടുത്ത കമ്പനിയിലേക്ക് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇങ്ങനെ നമ്മുടെ ആ ഒരു ലെവലുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇത്രയും വർഷം കഴിയുമ്പോൾ ഏത് തരത്തിലുള്ള ചിന്തകളും ലക്ഷ്യങ്ങളുമായിരിക്കാം അന്ന് എനിക്കുണ്ടായിരിക്കുക. അതുപോലെ എന്റെ മേഖലയിൽ ഏത് പദവിയിലും ഏത് അന്തസ്സിലുമായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്നത്. നമ്മളൊരു ജോലി ചെയ്യുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും തുടക്കത്തിൽ നമുക്കുണ്ടാവുന്ന ഒരു പദവിയും വർഷങ്ങൾ കഴിഞ്ഞ് നമുക്കുണ്ടാകുന്ന പദവിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ നമ്മൾ മനസ്സിൽ കാണുന്ന വർഷങ്ങൾ കഴിഞ്ഞുള്ള ആ ഒരു സമയത്ത് നമ്മുടെ പദവി അവിടെ എവിടെയായിരിക്കണം. കാരണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, തുടക്കത്തിൽ നമ്മൾ ജോലി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വരുമാനമാണോ ഇപ്പോൾ കിട്ടുന്നത്? അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു അന്തസ്സാണോ ഇന്ന് നമുക്കുള്ളത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ? ഇങ്ങനെ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഓൾറെഡി ഒരു ഓട്ടോമാറ്റിക്കലി ഉള്ള ഓട്ടോ പൈലറ്റ് മോഡിൽ ചെറിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കും. നമ്മുടെ ആ ഒരു പദവികൾ ഏത് ലെവലിലായിരിക്കണം ഈ വർഷങ്ങൾ കഴിയുമ്പോൾ? അവിടെ പരിധികളില്ലാത്ത ചിന്ത പരിശീലിക്കുക എന്നുള്ളതാണ്. പരിധികളില്ലാതെ ചിന്തിക്കുക, ഒരു പരിമിതിയും പാടില്ല. ചിന്തിക്കുന്നതിലെങ്കിലും പരിമിതി പാടില്ലല്ലോ. അവിടെ നമ്മൾ എല്ലാം തികഞ്ഞ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുമാത്രമാണ് അന്ന് ഞാൻ സമ്പാദിക്കുക, ഈ 5 വർഷമോ കഴിയുമ്പോൾ അന്ന് ഞാൻ എൻ്റെ സമ്പാദ്യങ്ങൾ എത്ര വലുതായിരിക്കും, അല്ലെങ്കിൽ എത്രയൊക്കെയാണ് ഞാൻ സമ്പാദിക്കുക, എത്രയൊക്കെയാണ് ഞാൻ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് മാറ്റുക, എത്രയൊക്കെയാണ് ഞാൻ നിക്ഷേപത്തിലേക്ക് മാറ്റുക. ഇതെല്ലാം തന്നെ കൃത്യമായി ഇന്നേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ എന്തു തരത്തിലുള്ള ജീവിത ശൈലിയായിരിക്കണം എനിക്കുണ്ടായിരിക്കുക. ജീവിത ശൈലി മാറണം. ഞാൻ പറഞ്ഞു, കൃത്യമായ ഒരു നിഷ്ഠയുണ്ടെങ്കിലേ ഉള്ളൂ ഈ ഒരു വളർച്ച ഒരു മനുഷ്യന് സംഭവിക്കൂ. അല്ലാതെ പഴയ രീതിയിലുള്ള നമ്മുടെ ആ ജീവിത നിഷ്ഠയും ജീവിത ശൈലിയും തുടർന്നു പോയാൽ
ഒരു മാറ്റങ്ങളും സംഭവിക്കുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം ജീവിതശൈലിയിലെ മാറ്റമാണ് ക്രമേണ നമ്മുടെ ബിസിനസ്സിലായാലും ജോലിയിലാണെങ്കിലും മറ്റേത് മേഖലയിലും നമുക്ക് അവിടെയുള്ള മാറ്റങ്ങൾ സമ്മാനിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വിജയിച്ചവരുടെ ജീവിത ശൈലികളെ നമ്മൾ അനുകരിക്കുന്നത് പോലും നല്ലതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ വർഷങ്ങൾ കഴിയുമ്പോൾ എന്തു തരത്തിലുള്ള വീട്ടിലായിരിക്കും ഞാൻ താമസിക്കുന്നുണ്ടാവും, ഏതുതരം വാഹനമായിരിക്കും അന്ന് എനിക്കുണ്ടായിരിക്കും, എനിക്കും എൻ്റെ കുടുംബത്തിനും എന്തു തരത്തിലുള്ള ഭൗതിക സമൃദ്ധിയായിരിക്കാം നൽകാൻ കഴിയുക, അതും നമ്മൾ ചിന്തിക്കണം. എൻ്റെ ബാങ്കിൽ എത്ര നിക്ഷേപം ബാലൻസ് ഉണ്ടായിരിക്കണം, ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടായിരിക്കും, അതുപോലെ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും എത്ര പണമാണ് ഞാൻ മിച്ചം പിടിക്കാൻ കഴിയുക, ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ചിന്തിക്കണമെന്നാണ്. ഞാൻ വിരമിക്കുമ്പോൾ, ഇപ്പോൾ ജോലിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ വിരമിക്കുമ്പോൾ എത്ര തുക എൻ്റെ കയ്യിലുണ്ടായിരിക്കും, കാരണം വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലിയില്ല, റിട്ടയർ ചെയ്തു, അപ്പോൾ എത്ര തുകയായിരിക്കണം എൻ്റെ കയ്യിലുണ്ടാവും. ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കാലെ കൂട്ടി ചിന്തിക്കുക തന്നെ വേണം എന്നാണ്. നിങ്ങളുടെ എല്ലാം തികഞ്ഞ ഒരു ഭാവിയെക്കുറിച്ചാണ് സങ്കല്പിക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാണ്, അല്ലെങ്കിൽ ആർക്കൊപ്പം ഇരുന്നാണ്, ഒപ്പമാണ് അപ്പോൾ നിങ്ങളുള്ളത്, ആരൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകും, എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്, എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം, എന്തു തരത്തിലുള്ള വീടാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെയെല്ലാം എല്ലാം തികഞ്ഞ ഭാവിയെക്കുറിച്ച് സങ്കല്പിക്കുന്നിടത്താണ് നമുക്കിതിനെല്ലാം ഉയർച്ചയിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ ചിന്തകൾ തീവ്രമാകുമ്പോഴാണ് നമുക്കതായിത്തീരാൻ കഴിയുക എന്ന് പറയും. ഇവിടെ പരാജിതരെ കുറിച്ച് പറയുകയാണെങ്കിൽ, പരാജയപ്പെട്ട വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക ലക്ഷ്യമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടെങ്കിൽ അത് സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇവരെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ വിജയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊറ്റ വാക്കേ ഉള്ളൂ, ലക്ഷ്യമുണ്ട്, അത് വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള ചിന്തകൾ മാത്രമേ അയാളുണ്ടാകൂ. പരാജിതർക്കുള്ളതാണ് വിജയിക്കുമോ പരാജയപ്പെടുമോ, ഇങ്ങനെയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആട്ടം, ഒരു തേങ്ങൽ ഉണ്ടാകും. അതാണ് പരാജിതർക്ക് സംഭവിക്കുന്നത്. വിജയിക്കുമോ ഇങ്ങനെ അത്ഭുതപ്പെട്ടു വരും. എന്നാൽ വലിയ നേട്ടങ്ങളെ വെട്ടിപ്പിടിക്കുന്നവർ എപ്പോഴും അവർ ഒരു ചോദ്യം സ്വയം ചോദിച്ചു കൊണ്ടിരിക്കും. അതായത് അവരുടെ വിജയത്തിന് വേണ്ട എന്ത് കാര്യമാണ് ഇനിയും ഞാൻ പഠിക്കേണ്ടത്, എന്ത് കാര്യമാണ് ഇനിയും ഞാൻ ചെയ്യേണ്ടത്, വിജയത്തിന്റെ വഴികൾക്കായിട്ട് അവർ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തെ കുറിച്ചിട്ടും പറയും. നിങ്ങളുടെ മികച്ച ആരോഗ്യത്തിനെയും ഫിറ്റ്നസിനെയും കുറിച്ചിട്ട് വേണം കൂടി നിങ്ങൾ സങ്കല്പിക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ ആരോഗ്യമോ ശരീരമോ അല്പം മോശമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ നമുക്ക് നട കാണുമ്പോൾ കയറാനോ ഇറങ്ങാനോ ബുദ്ധിമുട്ട്, കയറ്റം കാണുമ്പോൾ കയറാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാം. നമ്മുടെ ഐഡിയൽ വെയിറ്റ് ആൻഡ് ഹൈറ്റ് അല്ലായിരിക്കും, നമ്മുടെ പൊക്കത്തിന് ഒപ്പമുള്ള വണ്ണം അല്ലായിരിക്കാം നമുക്കുള്ളത്, ചിലപ്പോൾ അത് കൂടുതലോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള തലങ്ങളിൽ നിന്ന് ഈ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. വളർച്ചയുടെ തലങ്ങളിൽ നമ്മുടെ ആരോഗ്യം വരുന്ന 5 വർഷം കഴിയുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കുവാൻ ഉദ്ദേശിക്കും. ഏറ്റവും തുടക്കത്തിൽ പറയുന്നു, നിങ്ങളിപ്പോൾ കാണാൻ എങ്ങനെ ഇരിക്കും. ആ ഒരു കാഴ്ചയുടെ രസത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ മോശമായിട്ട് തോന്നിയെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എന്നെ കാണാൻ എങ്ങനെയിരിക്കും എന്നുള്ളത് ഇപ്പോഴേ ചിന്തിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ നമ്മുടെ ഷേപ്പിനെ മാറ്റിയെടുക്കാൻ. അതുപോലെ എത്രയായിരിക്കും നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം ഈ 5 വർഷം കഴിയും. നമ്മുടെ ഐഡിയൽ വെയിറ്റ്, നമ്മുടെ ഹൈറ്റ് എത്രയാണോ അതിന് ഒത്ത വണ്ണമേ പാടുള്ളൂ. അത് കൂടിയാൽ അത് പ്രശ്നമാണ്, കുറഞ്ഞാൽ അതിനെ അല്പം കൂട്ടിയെടുക്കുകയും. അപ്പോൾ ഈ വർഷങ്ങൾ കഴിയുമ്പോൾ ഫിറ്റ്നസിന്റെ മേഖലയിൽ, ആരോഗ്യത്തിന്റെ മേഖലയിലേക്ക് വരുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി അല്ലെ നമ്മുടെ വെയിറ്റ് എത്രയായിരിക്കും. പിന്നെ ഒന്ന്, എല്ലാ ആഴ്ചയിലും 7 ദിവസം കൊണ്ട് ആഴ്ചയിൽ, ഈ ആഴ്ചയിൽ എത്ര ദിവസം നിങ്ങൾ വ്യായാമം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുണ്ട് വ്യായാമത്തിന്. കാരണം ഇന്ന് ശാരീരികമായിട്ട് അധ്വാനമുള്ള ജോലികൾ ചെയ്യുന്നവരുടെ എണ്ണം പടിപടിയായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും ഇരുന്നു കൊണ്ട് കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിലേക്ക് നോക്കിയിരുന്ന് ജോലി ചെയ്യുന്ന തലത്തിലേക്ക് വന്നിരിക്കാം. അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾ എത്ര ദിവസം വ്യായാമം ചെയ്തു ഇന്ന് 5 വർഷം കഴിയുമ്പോൾ ഞാൻ അതിൽ വരുത്തേണ്ട മാറ്റം കഴിയുമ്പോൾ
എന്റെ രീതിയിൽ വന്ന മാറ്റങ്ങൾ എത്ര കഴിയുമെങ്കിൽ 7 ദിവസവും ചെയ്യാൻ കഴിയാം. 7 ദിവസവും വ്യായാമം നമ്മൾ ചെയ്യും. ഇല്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ വളരെ നന്നായിട്ട് ബാധിക്കും. അതുപോലെ മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട് അതിനെക്കുറിച്ചിട്ട് നമ്മളൊന്ന് അറിഞ്ഞിട്ട് മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി എന്താണ്, അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അല്ലെ അതിൽ ഇനിയും ഞാൻ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ എന്താണ്. മറ്റ് നമ്മൾ ഭൗതിക സമ്പത്ത് നേടുന്ന പോലെ തന്നെ നമ്മുടെ ഈ ആരോഗ്യത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കണം. കാരണം അവിടെയൊക്കെ നമുക്ക് പിഴവ് പറ്റാവുന്ന സ്ഥലങ്ങളാണ്. ഈ ആരോഗ്യത്തിന്റെ കുറവ് കൊണ്ട് അത് നമ്മുടെ മറ്റ് പല മേഖലകളെയും ഒക്കെ അത് ബാധിക്കും. അപ്പൊ നമുക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്തു വരുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലും ആരോഗ്യത്തിന്റെ ക്ഷയം സംഭവിച്ച് നമ്മൾ കിടപ്പിലാവുകയാണെങ്കിൽ നമുക്കതിനെ മുന്നോട്ട് റൺ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവിടെയും നമ്മൾ കൃത്യമായി ശ്രദ്ധാലുവായിരിക്കും. എപ്പോഴും ഈ ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടാവില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ നമ്മൾ നിലനിർത്തുവാനായിട്ടുള്ള കാര്യങ്ങൾ ദിനം പ്രതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ മികച്ച ആരോഗ്യം ആസ്വദിക്കാൻ നിങ്ങളുടെ ഭക്ഷണ രീതികളിൽ, വ്യായാമ ദിനചര്യകളിൽ, ആരോഗ്യശീലങ്ങളിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്താറുള്ളത്, അതിനെ ഇന്നു മുതൽ കൊണ്ടുവരാൻ തുടങ്ങും. നാളെ അല്ലെ അടുത്ത മാസം 1-ാം തീയതി തുടങ്ങാനല്ല, ന്യൂ ഇയറിന്റെ അന്ന് ജനുവരി 1-ാം തീയതി അല്ല തുടങ്ങേണ്ടത്, ഇന്ന് മുതൽ അത് തുടങ്ങണം എന്നാണ്. നമ്മുടെ ആരോഗ്യം ആസ്വദിക്കാനായിട്ട് നമ്മുടെ ഭക്ഷണ രീതികളിൽ വരുത്തേണ്ട മാറ്റം. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം പോലും തെറ്റായ സമയത്തായിരിക്കാം. ചിലർ പറയും ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുമ്പോൾ ഒരു സമയമൊക്കെ ആകും, ചിലപ്പോൾ 2, 3, 4, 5 ഇങ്ങനെ പോകുന്നതുണ്ട്. ഇതൊക്കെ ഓർക്കുക, നിങ്ങളുടെ ഫിറ്റ്നസിനെ വളരെയധികം ബാധിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കും. അതിന് കൃത്യമായ സമയം നിങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഭക്ഷണം, അത് മതിയായ അളവിലായിരിക്കും. അളവ് കൂടാനും പാടില്ല, ആവശ്യമുള്ള അളവിൽ കഴിക്കുക. പിന്നെ നല്ല വിശപ്പ് നിൽക്കുന്ന സമയത്താണ് നമുക്ക് കഴിക്കേണ്ടതെന്നുള്ള ഒരു സമയക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കും. കാരണം അതിനിടയ്ക്ക് നമ്മളിങ്ങനെ ലഘുഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഇതും നമ്മുടെ ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കും. ഇതിനെയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അതുപോലെ നമ്മുടെ വ്യായാമ ദിനചര്യകളിൽ നമ്മൾ എന്തെന്ത് മാറ്റമാണ് വരുത്തേണ്ടത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക രോഗങ്ങളിലേക്ക് നമ്മുടെ ശരീരം പോകുന്നതായിട്ട് കാണുമ്പോൾ ഇതിനെ മാറ്റാൻ ചില വ്യായാമ ചര്യകളൊക്കെ ഉണ്ട്. അപ്പൊ ആ നമ്മുടെ വ്യായാമ ശൈലിയിലേക്ക് നമ്മുടെ വ്യായാമ രീതികളെ മാറ്റുവാൻ, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള ആ ഒരു എല്ലാം തികഞ്ഞ ആരോഗ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും. പിന്നെ സാമൂഹ്യമായ പങ്കാളിത്തം ഉറപ്പാക്കണം. കാരണം നമുക്ക് ഇത്തരം വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് നിനക്കൊന്നും ചെയ്യാൻ കഴിയരുത്. കാരണം അനവധി ആളുകളുടെ ഒരു കൂട്ടായ്മ വേണം, ഒരു ടീം വർക്ക് ഉണ്ടെങ്കിലേ വലിയ കാര്യങ്ങൾ ചെയ്യാൻ. അവിടെ സാമൂഹ്യ പങ്കാളിത്തം നമുക്ക് ഉറപ്പാക്കണം. മറ്റുള്ളവരെ എങ്ങനെ നമ്മളിലേക്ക് സഹകരിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അതിനെ ദിനം പ്രതിയുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് വ്യവസ്ഥിതിയിലാണ് നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നത്. സംഭാവന എന്ന് ഉദ്ദേശിച്ചത് പൈസ സംഭാവന ചെയ്യല്ല, ഏത് മേഖലയിലാണ് നിങ്ങളുടെ സംഭാവന. ഇപ്പൊ നമുക്ക് യേശുദാസിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം സംഗീതത്തിന്റെ മേഖലയിലാണ് സംഭാവന ചെയ്യുന്നത്. മോഹൻലാലിനെയോ മമ്മൂട്ടിയോ പറഞ്ഞാൽ അദ്ദേഹം സിനിമാ ലോകത്ത്, അഭിനയ ലോകത്താണ് അവരുടെ സംഭാവന. ഇങ്ങനെ നിങ്ങളുടെ ഏത് മേഖലയിലാണ് നിങ്ങൾ സംഭാവന ചെയ്തത്, അവിടെയൊക്കെ എന്തു കാര്യങ്ങളാണ് നിങ്ങളെ പിന്തുണയ്ക്കേണ്ടത്, അത്തരം മേഖലകളിൽ കൂടുതൽ പങ്കാളിത്തം നിങ്ങൾക്ക് എങ്ങനെ നേടുവാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ പലരും പറയും ഞാൻ ഇതൊക്കെ ഒരുപാട് സാധനങ്ങൾ ചെയ്തു, അത് ചെയ്തു, നമ്മൾ പല എക്സർസൈസുകളൊക്കെ പറഞ്ഞു പലരും ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ വലിയ ഒരു മാറ്റമൊന്നും കാണുന്നില്ല എന്ന് പറയും. അവിടെ അങ്ങനെയുള്ളവരോട് ബ്രയാൻ ട്രേസി പറയുന്നത് ചുമ്മാ ചുമ്മാ ചെയ്യുക, നിങ്ങൾ വെറുതെ ചെയ്യുക. കാരണം എപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ പ്രതിഫലം അപ്പോൾ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രവൃത്തിയിൽ ഇങ്ങനെ സദാ ജാഗരൂകരായി ചെയ്തുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെ, എക്സർസൈസുകളെ, ദിനചര്യകളെ, ഭക്ഷണക്രമങ്ങളെ എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിച്ച് ഡൗൺ ആകാനുള്ള സമയം കിട്ടില്ല, നമുക്ക് മോശമായ രീതിയിലേക്ക് ചിന്തിച്ചു പോകാനുള്ള സമയം കിട്ടില്ല. അപ്പൊ നമ്മളെപ്പോഴും നമ്മളതിങ്ങനെ ആക്റ്റീവ് ആയിരിക്കുക, നല്ല പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഇങ്ങനെ ഇടപെട്ട് നടക്കുമ്പോൾ നമുക്ക് ചിന്തകളിൽ ഒന്നും ഒരു താഴ്ച ഉണ്ടാകും. അങ്ങനെ ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ നേട്ടം കൈവരിക്കുന്നവരെയും
വലിയ നേട്ടം കൈവരിക്കുന്നവരെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാന വ്യത്യാസം, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വലിയ വിജയം നേടുന്നവർ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഇവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവർക്കിങ്ങനെ വെറുതെ ഒന്നും ഇരിക്കാൻ സമയം. അവരിങ്ങനെ എപ്പോഴും തിരക്കിലായിരിക്കും. ഞാൻ തിരക്കിലാണ്, അവരെ വിളിക്കുമ്പോഴാണ് ഞാൻ തിരക്കിലാണ് എന്ന് പറയും. അല്ലാത്തവർക്ക് എപ്പോഴും സമയം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താശയം നമ്മുടെ മനസ്സിൽ കിട്ടുന്നുവോ അതിനെ അപ്പോൾ മനസ്സിൽ നടപ്പിലാക്കാൻ കഴിവുള്ളവരാണ് വിജയികൾ. അല്ലാത്തവർക്ക് മനസ്സിൽ ആശയങ്ങൾ വരും, പക്ഷെ അവർ നടപ്പിലാവില്ല, നീട്ടിവെച്ചു. അവിടെ പറയുന്നു, നിങ്ങളുടെ കൈവശമുള്ള വ്യക്തിപരമായുള്ള കഴിവുകളുടെ പട്ടിക നോക്കുക. ഇന്ന് തന്നെ നമ്മൾ നോക്കുക, നമ്മുടെ കയ്യിലുള്ള കഴിവുകൾ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമുക്ക് ജോലി ചെയ്യുവാനുള്ള അറിവുകൾ, നമുക്ക് ചെയ്യാനുള്ള മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മളിൽ കൂടുതലായുള്ള കഴിവുകൾ, ഇതിൻ്റെയൊക്കെ പട്ടിക നമ്മൾ അവിടെ നിന്ന് നമ്മൾ വളർച്ചയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യേണ്ടത്, ഇവിടെ എന്തൊക്കെ, ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് അവിടെ എനിക്ക് ആ ബിസിനസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ അറിയാം, എന്തൊക്കെ സ്കില്ലുകളുണ്ട്, ബിസിനസ് ചെയ്യാൻ അറിയാം, സാധനങ്ങൾ എടുത്തുകൊണ്ട് വെക്കാൻ അറിയാം, അതിന്റെ കണക്കുകളൊക്കെ എഴുതാം. അതുമാത്രമല്ല, ഇനിയും എന്തൊക്കെ നേട്ടങ്ങളാണ് ആ മേഖലയിൽ ഞാൻ നേടുവാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. പ്രിയപ്പെട്ട ബിസിനസ് തുടങ്ങുന്നവരെ, ആ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഞാൻ ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഇതിനെ മാറ്റുക. കാരണം ആ പുതിയ അറിവുകൾ നേടാൻ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് മറ്റൊരാളുടെ അടുത്ത് പോയി പഠിക്കണം, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോയി പഠിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അവിടെ ചിലപ്പോൾ ആ ഒരു ചെറിയ കാര്യത്തിന്റെ കുറവിലായിരിക്കാം നിങ്ങളിങ്ങനെ താഴെത്തട്ടിൽ കിടന്ന് കളിക്കുന്നത്, വർഷങ്ങളായി കളിക്കും. ആ ഒറ്റ സ്കില്ല് നേടിക്കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പോൾ അസാമാന്യമായ വിധം ഹൈക്ക് ചെയ്യാനുള്ളത്. അതുപോലെ നമ്മൾ ചെയ്യുന്നതിലെ ഏറ്റവും മികവുള്ള മേഖല, കാരണം ഓരോ ആളുകൾക്കും ഓരോ കഴിവുകളാണെന്ന് പറഞ്ഞു. ഒരു മനുഷ്യനെയും വെറുതെ ഇവിടെ ജനിപ്പിച്ചിട്ടില്ല എന്ന് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു. വെറുതെ ഒരു മനുഷ്യനെയും ഭൂമിയിലേക്ക് വിട്ടിട്ടില്ല. എല്ലാവരിലും ഓരോ പ്രത്യേക കഴിവുകളുണ്ട്. പല ആളുകളിലും പല തരത്തിലും പല സൈസിലുമാണ്. ആ ഇതിൽ നിങ്ങളുടെ കഴിവുകൾ ഇരിക്കുന്നത് എവിടെയാണ്, ഏത് മേഖലയാണ് നിങ്ങൾക്ക് മറ്റേ അടുത്തുള്ളവനേക്കാൾ കഴിവ് കൂടുതൽ ഉള്ളത് എന്ന് കണ്ടെത്തുക. അപ്പൊ ഇതിലൊരു കാര്യം പറഞ്ഞു, വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ വ്യക്തികളെയൊക്കെ കുറിച്ച് നോക്കുമ്പോൾ 10 സ്ഥലങ്ങളിലാണ് ഓരോ വ്യക്തിക്കും, 10 മേഖലകളിൽ ഓരോ വ്യക്തിക്കും വളരാനുള്ള കഴിവുകളുണ്ട്. അതിൽ വെറും 2 എണ്ണമല്ല, ഒരെണ്ണത്തിനെ കൂടുതലായിട്ട് ഉപയോഗിച്ചിടത്താണ് ഈ ഐസക് ന്യൂട്ടനോ തോമസ് ആൽവ എഡിസണോ അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീനോ ഉണ്ടായത് ഒരൊറ്റ മേഖലയിലെ കാര്യങ്ങളെ വികസിപ്പിച്ചപ്പോഴാണ്. ഇങ്ങനെ നമുക്കുണ്ട്, ഓരോ വ്യക്തിക്കും ഉണ്ട് 10 തരത്തിലുള്ള കഴിവുകൾ. അല്ലാതെ ഒരു വ്യക്തിയെയും ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടില്ല എന്ന്. അവിടെ വരും കാലത്തിൽ നമുക്ക് ഏറ്റവും അധികം നമ്മുടെ പ്രവർത്തന മേഖലകളിൽ മികച്ച നേട്ടമുണ്ടാക്കുന്നതിന്, വരും കാലങ്ങളിൽ എനിക്ക് മികച്ച നേട്ടമുണ്ടാക്കാമെന്ന് നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഓരോ ദിവസവും ഞാൻ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? 1 വർഷം കൊണ്ട് 1 ലക്ഷം രൂപ സമ്പാദിക്കണമെങ്കിൽ ഓരോ മാസവും ഞാൻ അതിന് എത്ര സമ്പാദിക്കണം, ഓരോ ദിവസവും ഞാൻ അതിന് എത്ര രൂപ സമ്പാദിക്കണം എന്നുള്ള രീതിയിലേക്ക് ചെറുതാക്കുക. അപ്പോൾ നമ്മുടെ ഭാരം കുറഞ്ഞു. 1 ലക്ഷം ഒറ്റയടിക്ക് ഉണ്ടാക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരിക. നേരെ മറിച്ച് അതിനെ മാസങ്ങളാകുമ്പോൾ 12ആയി ഡിവൈഡായി, വീണ്ടും നമ്മൾ ആഴ്ചകളാക്കി ചുരുക്കുമ്പോൾ വീണ്ടും അത് ചെറുതായി, ദിവസങ്ങളാക്കുമ്പോൾ 365 ആയി. അപ്പോൾ അതിന്റെ വെയിറ്റ് കുറഞ്ഞു. ഈ രീതിയിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യം, അല്ലെ നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, ഈ ഭാഗത്ത് വിജയിക്കാൻ ദിനം പ്രതി എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്റെ ശീലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ നമ്മൾ സമഗ്രമായ ഒരു സമയപട്ടികയുടെ രൂപരേഖ തയ്യാറാക്കണം. കൃത്യമായി പലരും ചോദിക്കാറുണ്ട്, ഈ സമയപട്ടികയും എഴുത്തുകുത്തും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇതാകെ ക്ലാഷായി പോവില്ലേ, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവില്ലേ? ഇല്ലടൂ. കാരണം കൃത്യമായ രേഖയുള്ളവർക്ക് ഒരിക്കലും കൂലങ്കഷമാകാം. കാരണം ഇവർക്കറിയാം ഇന്ന് അടുത്ത 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ഈ ഇങ്ങനെയുള്ള സമയപട്ടിക തയ്യാറാക്കിയിട്ടുള്ളവർക്ക് വളരെ എളുപ്പം, അവർക്ക് സംശയമില്ല. അല്ലെ നാളെ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സംശയമില്ല. അപ്പൊ നമുക്ക് രാവിലെ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. നമ്മൾ രാവിലെ എണീക്കുന്നു, 4 മണിക്കോ 3:30 എണീക്കുന്നു, കൃത്യമായി കുളിച്ച് വൃത്തിയായി നമുക്ക് സാധനയിൽ പ്രവേശിക്കണം. അത് കഴിയുമ്പോൾ കുട്ടി സാധനം ഉണ്ട്, ഇങ്ങനെ ഓരോ, അത് കഴിഞ്ഞ് അടുത്ത നമ്മുടെ ആക്ടിവിറ്റികളിലേക്ക് പോകണം. കൃത്യമായിട്ട് പോകുന്ന വഴികൾ അറിയാം. ഇതുപോലെ തന്നെ നമ്മുടെ വളരാനുള്ള ബിസിനസ് ആവട്ടെ, ജോലിയാവട്ടെ, ഈ മേഖലയിൽ അവിടെയും കൂടി നമ്മുടെ ദിനചര്യകളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങളുടെ വാരാന്ത്യങ്ങൾ, ഇപ്പൊ ഏറ്റവും നമ്മുടെ ഈ സാധനയിലെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏറ്റവും ആളുകൾ കുറയുന്ന ദിവസം ഞായറാഴ്ച അല്ലെ? കാരണം എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ്.
അവധി ദിവസത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ പത്രങ്ങളൊക്കെ പണ്ട് വായിച്ചിട്ടുണ്ട്, ഞായറാഴ്ചയുടെ ആലസ്യം. അല്ല, ഏറ്റവും അധികം ആലസ്യത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. ആലസ്യം എടുത്തത് നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പറഞ്ഞത്, നിങ്ങളുടെ വാരാന്ത്യങ്ങളും അവധിക്കാലങ്ങളും നിങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതുമുണ്ട്. വളരേണ്ട വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യമാണ്. വാരാന്ത്യങ്ങൾ എങ്ങനെ ചെയ്യണം? വരുന്ന ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഡയറിയിൽ രൂപരേഖ തയ്യാറാക്കാനുള്ള ദിവസമാണ് ഈ അവധി വാരാന്ത്യങ്ങൾ. ഒരു അരമണിക്കൂർ ദിവസം അതിന് ആ സമയം, ആ ഒരു 24 മണിക്കൂറുള്ള ആ ഒരു ഞായറാഴ്ചയിലെ അരമണിക്കൂർ മാറ്റിവെച്ചാൽ മതി. നിങ്ങളുടെ ഡയറിയിൽ വരുന്ന ഒരാഴ്ചത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഡേറ്റിൽ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ വളർച്ചയുടെ തലം മാറും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ലെവൽ മാറി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, വളരെയധികം വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം തിരക്ക് പിടിച്ച മനുഷ്യർ നോക്കുക, ഇവരുടെ ഏറ്റവും വലിയ ടൂൾ ഡയറിയാണ്. ഇവരോട് നമ്മളൊരു പ്രോഗ്രാം ഇന്ന ദിവസമുണ്ട്. ഇപ്പം നമ്മുടെ പ്രഭാഷകനെ തന്നെ എടുത്താൽ, വലിയൊരു പ്രഭാഷകനെ വിളിക്കുമ്പോൾ സമയം പറയുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞതായിരിക്കും ഡയറി നോക്കട്ടെ. കാരണം ഇതിലാണ് ഇവരുടെ രൂപരേഖകൾ മുഴുവൻ അതിനകത്താണ്. ഇതിനെ അനുസരിച്ചിട്ടാണ് എത്ര വലിയ വ്യക്തികൾക്ക് അവരുടെ ഡയറിയിലാണ് ഇവരുടെ കാര്യം നോക്കിയത്. അതുപോലെ ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും നമ്മൾ എത്ര സമയമാണ് ഓഫായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കണമെന്നാണ് പറയുന്നത്. അതൊക്കെ ആഴ്ചകളിലും അവധിക്കാലത്തും നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അന്നൊക്കെ നമ്മൾ എന്തിനു വേണ്ടി വിനിയോഗിക്കണം? അന്ന് ഇരുന്ന് ജോലി ചെയ്യണമെന്നല്ല പറയുക. ഇവിടെയും നമ്മൾ ഏതൊക്കെ രീതിയിൽ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് മുൻകൂട്ടി എഴുതി തയ്യാറാക്കി വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും എത്ര സമയം നമ്മൾ അവധി എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇലോൺ മസ്കിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ടെസ്ല കമ്പനിയുടെ ഇന്നത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വലിയ കോടീശ്വരനായിട്ടും കയറി ഇറങ്ങി നിൽക്കുന്ന വ്യക്തിയാണ്. ചിലപ്പോൾ അയാൾ ഒന്നാമത്തെ സ്ഥാനത്തേക്ക് വരും, ചിലപ്പോൾ രണ്ടാം സ്ഥാനത്ത് താഴേക്ക് പോകുന്നില്ല. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 5 മിനിറ്റുകൾ വെച്ചുള്ള ടൈം ഷെഡ്യൂളുകൾ, 5 മിനിറ്റുകൾ. അപ്പൊ ഈ 5 മിനിറ്റിൽ 3 മിനിറ്റാണ് ഇദ്ദേഹം ജോലി ചെയ്യുക, ബാക്കി 2 മിനിറ്റ് ഇദ്ദേഹത്തിന്റെ വിശ്രമമാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഓരോ ആഴ്ചയിലും ഓരോ സമയത്തും എത്ര സമയമാണ് നമ്മൾ കൃത്യമായിട്ട് ഓഫ് എടുക്കുവാൻ ചിന്തിക്കുക എന്നുള്ളതിനെ കുറിച്ച് പറയാം. അവിടെ വീക്ഷണമില്ലാത്ത ജനങ്ങൾ നശിക്കുന്നു എന്നാണ് സുഭാഷിതങ്ങൾ പറയുന്നത്. വീക്ഷണമുണ്ടായി, നല്ല വീക്ഷണങ്ങളില്ലെങ്കിൽ, ഇപ്പൊ നമ്മളൊരു സ്ഥാപനം പണിയുവാൻ ഉദ്ദേശിക്കുമ്പോൾ വളരെ വരും കാലത്തേക്കുള്ള സൗകര്യങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഇന്ന് ആ ഒരു ബിൽഡിംഗ് പണിയാൻ. വീടാണെങ്കിലും മറ്റ് സംഘടനകളുടെ സ്ഥാപനങ്ങളാണെങ്കിലും. അപ്പോൾ ഒരു വലിയ സംഘടനയാണെങ്കിൽ നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തേതുപോലെ കാറിലോ ബൈക്കിലോ ബസ്സിലോ ഒന്നും ആയിരിക്കില്ല ആളുകൾ വരിക, ചിലപ്പോൾ വിമാനത്തിലൊക്കെ ആയിരിക്കും. അപ്പൊ ആ വിമാനം വന്ന് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം കൂടെ ഇന്നേ അവിടെ സ്ഥലം അവിടെ അതിനു വേണ്ടി ഒഴിച്ചിട്ടിരിക്കണം എന്നാണ് ഈ പറഞ്ഞത് സാർ. അപ്പോൾ എന്ത് ചെയ്യാം? ആ കാലത്തുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പമാവും കാര്യങ്ങൾ, അവിടെ ഹെലിപ്പാഡ് പണിതാൽ മാത്രം എന്നുള്ളത്. അതുപോലെ മാതൃകാപരമായിട്ടുള്ള ഭാവി സൃഷ്ടിക്കുക. ഈ അവസാനത്തെ പോയിന്റുകൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. മാതൃകാപരമായിട്ടുള്ള ഭാവിയെ സൃഷ്ടിക്കുക. മികച്ച ലക്ഷ്യത്തിന്റെ നടപടിയായിട്ടുള്ള സാക്ഷാത്കാരമാണ് നമ്മുടെ സന്തോഷം എന്ന് നോക്കുക. പ്രധാന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ദിശയിലാണ് നമ്മൾ ഓരോ അടിയും വെക്കുന്നത് എന്ന് ചിന്തിക്കണം. നമ്മൾ ഓരോ ചുവട് വെക്കുന്നതും നമ്മുടെ ആ മഹത്തായ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടുതൽ സമയവും നമ്മൾ മാതൃകാപരമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ചിന്തകളിൽ കൂടുതൽ സമയവും അപ്പുറത്തുള്ളവന്റെ കുറ്റമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മാതൃകാപരമായ ഭാവിയിലേക്കുള്ള വളർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, എന്തൊക്കെ തിരുത്തലുകളാണ് ഞാൻ വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മികച്ച സന്തോഷം ഉണ്ടാകുന്നു, ദീർഘകാല ഭാവിയെ പറ്റി നമുക്ക് തെളിച്ചമുണ്ടാകുന്നു. ഇങ്ങനെ ക്രമേണ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക്, ഗോളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഈ അധ്യായത്തിലൂടെ ബ്രയാൻ ട്രേസി നമ്മളോട് പറഞ്ഞു തരുന്നത്.